മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകുവാൻ. സീറോ മലബാർ സഭയുടെ പ്രേഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയ് അയക്കപ്പെട്ടവൻ. MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം TVയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേഷിത പാതകളറിയാം. പ്രേഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേഷിത പാതകളറിയാം. പ്രേഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. അന്നെ ഇവിടെ നിന്നെ ഒരു സൂത്രം കാണിക്കാം. പാറ്റ പാറ്റ നിനക്ക് പാറ്റനെ ഇഷ്ടമല്ലേ? പാറ്റാനെ വേണ്ടേ? എന്നാ ഈ പരിപാടി? ഒരൊറ്റ മിനിറ്റ് താമസിച്ചാൽ ക്ലാസ് കംപ്ലീറ്റ് കൊളാക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ പരിപാടി? എന്ത് പറ്റി? എന്നാ ഇവരെന്നെ പാറ്റേനെ കാണിച്ച് പേടിപ്പിക്കുക. കൊച്ചിനെ പാറ്റയെ കാണിച്ച് പഠിപ്പിക്കലാണോ നിങ്ങളുടെ പരിപാടി രാവിലെ തന്നെ? അയ്യേ, ഇത് പാറ്റയല്ല, മുട്ടായിയാ. ഈ മുട്ട പാറ്റയാന്ന് വിചാരിച്ച്. പാറ്റ സാരമില്ല, എന്തെങ്കിലും ആട്ടെ. പോയിരിക്കെ. പ്രിയ കൂട്ടുകാരെ, കടുകുമണി അപ്പസ്തലോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ലീഹന്മാരെക്കുറിച്ചാണ്. സ്ലീഹന്മാർ പ്രഥമ പ്രേഷിതർ. ഈശോയെ നേരിട്ട് കാണുകയും ഈശോയുടെ വാക്കുകൾ കേൾക്കുകയും ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത വ്യക്തികളാണ് സ്ലീഹന്മാർ, അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടും ഈശോ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ഉദ്ധിതനാകുമെന്ന്. അതൊക്കെ കേട്ടിട്ടും അവർക്ക് പേടിയായിരുന്നു, അല്ലേ? ഈശോ ഉദ്ധാനം ചെയ്ത് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം പേടിച്ചിരണ്ട് ഓടി ഒളിക്കുകയാണ്, അല്ലേ? മാറി മാറി ഈശോയിൽ നിന്ന് അകന്നു പോവുകയാണ്. അവരുടെ മനസ്സിലേക്ക് ഈശോ ഉദ്ധിതനാകുമെന്ന് ഈശോ പറഞ്ഞ ആ വാക്കുകളൊന്നും വരുന്നില്ല. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് നോക്കിയാലോ? ഓക്കെ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം ചാക്കോച്ചനൊന്ന് വായിച്ചേ. അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ലൂക്ക 9:22. ലൂക്കായിൽ നമ്മളിപ്പോൾ കേട്ട അതേ കാര്യം തന്നെ മത്തായി ശ്ലീഹായും പറയുന്നുണ്ട്. നമുക്ക് മരിയാഞ്ചല വായിച്ച് ഒരുങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും.
എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. മത്തായി 20:19. വീണ്ടും ഇതേ കാര്യം തന്നെ മർക്കോസ് ലിഹായുടെ പുസ്തകത്തിലും ഉണ്ടല്ലേ? വായിച്ചേ, നമ്മൾ വായിച്ചേ. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിനു ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. മർക്കോസ് 10:34. ഇതൊക്കെ സംഭവിക്കും, പക്ഷെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ലൂക്കാസ് ലീഹ പറയുന്നു, മത്തായിസ് ലീഹ പറയുന്നു, മർക്കോസ് ലീഹ പറയുന്നു. അപ്പോൾ നമ്മുടെ ശിഷ്യന്മാർ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കേട്ടതാ അല്ലേ? മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷെ എന്തു ചെയ്യാം? പേടിയായിരുന്നു, മനസ്സ് നിറയെ പേടി. പക്ഷേ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒരു ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഒരവസരത്തിൽ, ആ ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു പ്രത്യേക ശക്തി അവരുടെ മുകളിൽ വരും. അതിനുശേഷം നമ്മൾ കണ്ട സ്ലീഹന്മാരല്ല, നമ്മളിപ്പോൾ കണ്ട പേടിച്ചേണ്ട സ്ലീഹന്മാരല്ല അവർ. ശക്തി ആർജിച്ച് തീക്ഷ്ണതയാൽ നിറഞ്ഞ് അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയാണ്. വായിച്ചു മോനെ. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അവർ പല ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി, തീഷ്ണതയാൽ നിറഞ്ഞു. ഇനി എവിടെയെങ്കിലും പോയാൽ മതി, അവർക്ക് തീർച്ചയായി ഈശോ ഉയർത്തെഴുന്നേറ്റു. ഇനി ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ ഈശോയെ ഈ ലോകത്തിന് മുഴുവൻ കൊടുക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മുടെ ഫിലിപ്പും അശ്വിനും കൂടെ അന്നമ്മയെ പേടിപ്പിക്കുകയായിരുന്നു അല്ലേ? പാറ്റ പാറ്റ എന്ന് പറഞ്ഞ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആദ്യം പേടിച്ചരണ്ട് ഓടിയ അന്നമ്മ എന്നെ കണ്ടപാടെ ഓടി എൻ്റെ അടുത്ത് വരികയും അന്നമ്മയുടെ പേടിയും പോയി. കാരണം എന്താ? സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഫിലിപ്പിൻ്റെയും അശ്വിൻ്റെയും ഒരു കളിയും നടക്കുകയില്ലെന്ന് അന്നമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ സാറ് അന്നമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയാണ് അല്ലേ? സാറുണ്ടെങ്കിൽ ക്ലാസ്സിൽ മോശമായിട്ട് പെരുമാറാൻ സാർ ഇവരെ അനുവദിക്കില്ല. അതുകൊണ്ടാണ് അന്നമ്മയ്ക്കുള്ളിൽ ആ ഒരു ശക്തി വരുന്നത്. എന്ന് പറയുന്നതുപോലെ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ വന്നപ്പോൾ പിന്നെ അവർക്കൊന്നും നോക്കാനില്ല. ഇനി വെറുതെ ഇരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും പോകണം. ഈ കണ്ട, ഈ തൊട്ടറിഞ്ഞ, ഈ മനസ്സിലാക്കിയ ഈ ഈശോയെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. നിങ്ങളൊരു മനോഹരമായ ഡാൻസ് ഒരുങ്ങിയിട്ടില്ലേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി? സെഹിയോൻ മാളിക മുകളിൽ അല്ലേ? നമുക്കൊന്ന് കണ്ടാലോ? സെഹിയോൻ മാളിക മുറിയിൽ യേശുവിൻ ശിഷ്യഗണം പ്രാർത്ഥിച്ചിരുന്ന നേരം പാവനാത്മനിറങ്ങി ഒരു കൊടും കാറ്റിൻ വേഗത്തിൽ സെഹിയോൻ മാളിക മുറിയിൽ യേശുവിൻ ശിഷ്യഗണം പ്രാർത്ഥിച്ചിരുന്ന നേരം പാവനാത്മനിറങ്ങി ഒരു കൊടും കാറ്റിൻ വേഗത്തിൽ തീനാവുകളുടെ രൂപത്തിൽ ആത്മാവരിൽ വാഴുന്നു. ശക്തി നിറഞ്ഞു, ബുദ്ധി തെളിഞ്ഞു, ഭയമവരിൽ നിന്നോടിയകന്നു. സെഹിയോൻ മാളിക മുറിയിൽ യേശുവിൻ ശിഷ്യഗണം പ്രാർത്ഥിച്ചിരുന്ന നേരം പാവനാത്മനിറങ്ങി ഒരു കൊടും കാറ്റിൻ വേഗത്തിൽ. നമ്മൾ ഇത്രയും നേരം പറയാൻ നമ്മൾ ആഗ്രഹിച്ച സംഗതി വളരെ മനോഹരമായിട്ട് ഈ ഗാനത്തിലൂടെ നമ്മുടെ കൂട്ടുകാരികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു അല്ലേ? തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മുകളിൽ ഇറങ്ങിയപ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ല, ഭാഷ ഇങ്ങനെ ഒഴുകുകയാണ്. ഏത് ദേശത്ത് പോയാലും എവിടെ പോയാലും ഈശോയെ കൊടുക്കാൻ അവർക്കൊരു പ്രശ്നവുമില്ല അല്ലേ? വെരി ഗുഡ്, വളരെ ഭംഗിയായിട്ട് നിങ്ങളത് ചെയ്തിരിക്കുന്നു.
വളരെ നന്ദി. അത് കൊള്ളാം. ഞാൻ കുറേ നേരമായി നോട്ട് ചെയ്യുന്നു, എന്തോ ഒരു ഗൂഢാലോചന ഇവിടെ നടക്കുന്നുണ്ട്. എന്താ ഇത്ര കാര്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? രണ്ടുപേരും കുറേ നേരമായാലും എന്തൊക്കെയോ പറയാനുള്ളൊരു ശ്രമം നടക്കുന്നു. ഈ ആൽഫിയുടെ വീട്ടിൽ ഒരു ആൻറ്റി വന്നായിരുന്നേ. ഉം. അപ്പം ആൽഫിക്ക് ഇങ്ങനെ മേക്കപ്പ് സെറ്റൊക്കെ കൊണ്ടു കൊടുത്തു. അതിപ്പോൾ എന്നോട് പറഞ്ഞു. ഒരു മേക്കപ്പ് സെറ്റ് കിട്ടിയതാണോ ഇത്ര വലിയ കാര്യമായിട്ട്? എന്താ ഈ മേക്കപ്പ് സെറ്റിലുള്ളത്? മേക്കപ്പ് സെറ്റിന്റെ അകത്ത് ഒത്തിരി സാധനമുണ്ട്. ആഹാ. ലിപ്സ്റ്റിക് ഉണ്ട്, പല നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഉണ്ട്, ഉം. ഐഷാഡോ ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, പിന്നെ പിന്നെ കണ്ണെഴുതാൻ ഐലൈനർ ഉണ്ട്. അങ്ങനെ കുറേ സാധനമുണ്ട്. ഓ, എത്ര തീഷ്ണമതിയായിട്ടാണ് നമ്മുടെ ആൽഫി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കണ്ടോ, ആൽഫി ആഗ്രഹിച്ചിരുന്ന ആ മേക്കപ്പ് സെറ്റ് കൊണ്ടു കൊടുത്ത അങ്കിള് അതങ്ങ് കൊടുത്ത പാടെ എന്തൊരു സന്തോഷമാണെന്ന് നോക്കി. ആരോടെങ്കിലും പറയണമല്ലോ ഇത്. ഇത് 10 പേരോട് പറയണം. ഇത് കേട്ടപ്പോൾ കൂട്ടുകാരികൾക്കും സന്തോഷമായി, എന്തെങ്കിലും അവർക്കും കിട്ടും, അവർക്കൊക്കെ ഒന്ന് സുന്ദരിമാരാകാമല്ലോ. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ആൽഫി അത് തീഷ്ണമതിയായിട്ട് എല്ലാവരോടും പറയണം. എനിക്കറിയാം, ഈ ക്ലാസ് കഴിഞ്ഞ പാടെ എല്ലാവരോടും ചെന്ന് പറഞ്ഞേനെ അല്ലേ. ഇതുതന്നെയാണ് സ്ലീഹന്മാരുടെ ഇടയിലും സംഭവിക്കുന്നത്. സ്ലീഹന്മാർക്ക് പരിശുദ്ധാത്മാവ് എന്ന സമ്മാനം കിട്ടിയതിന് ശേഷം പിന്നെ അവർക്ക് ഒരിടത്തും അടങ്ങിയിരിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലുമൊക്കെ പോകണം, ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണം. നമ്മളത് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഏത് ഭാഗമാണ് ബൈബിളിൻ്റെ, ഏത് ഭാഗമാണ്? ആരാ വായിക്കുന്നത്? അന്നമ്മയാണോ? വായിച്ചേ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:20. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത സംഗതി ഇനി ആരോടെങ്കിലും പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒത്തിരി നാളായി ആഗ്രഹിച്ച ആ സമ്മാനം ആൽഫയ്ക്ക് കിട്ടിയപ്പോൾ അത് 10 പേരോട് പറയാതിരിക്കാൻ ആൽഫയ്ക്ക് ആവില്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ വന്ന് അങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇനി നമുക്കറിയേണ്ടത് ഈ അപ്പസ്തോലന്മാർ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പോയി എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾക്കറിയാം, അപ്പസ്തോലന്മാർ ജെറുസലേമിൽ ഒതുങ്ങി ഇരുന്നില്ല. ഈശോയുടെ പുനരുദ്ധാനത്തിന് ശേഷം ഈശോ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അപ്പസ്തോലന്മാർ ജെറുസലേം വിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരികയാണ്. ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യണം. ഒരാൾ ജെറുസലേം ആകണം. ആ ജെറുസലേമിൽ നിന്ന് അപ്പസ്തോലന്മാർ എവിടെയൊക്കെ പോയി എന്ന് നിങ്ങളൊരു ആക്ടിവിറ്റിയുടെ രൂപത്തിൽ എന്നെ ചെയ്ത് കാണിക്കണം. തയ്യാറാണല്ലോ? അതെ. തയ്യാറാണോ? തയ്യാറാണ്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ റെഡി ആയി കഴിയുമ്പോൾ എന്നെ വിളിക്കുക, ഞാൻ വരും. ഓക്കെ, നിങ്ങളൊന്ന് വന്നേ, നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തേ, എല്ലാവരും ഒന്ന് അടുക്കേക്ക് വന്നേ. അത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് ഡിസ്കസ് ചെയ്തേ. 5 മിനിറ്റ് സമയം കേട്ടോ. അതിനുള്ളിൽ റെഡിയായിട്ട് എന്നെ കാണിക്കണം. ഉടൻ കാണാം. വെരി ഗുഡ്, ടേക്ക് കെയർ. സാർ, ഞങ്ങൾ റെഡിയാണ്. ഇത് കൊള്ളാലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. അപ്പോൾ ഇതായിരിക്കും, ചാക്കോച്ചനായിരിക്കും നമ്മുടെ ജെറുസലേം അല്ലേ? അതെ. ഇതെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയ ശിഷ്യന്മാർ. അതെ. എല്ലാവരുടെ കയ്യിൽ പടവും ഉണ്ടല്ലോ, വളരെ പ്രിപ്പയർഡ് ആണല്ലോ, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. അപ്പോൾ കേൾക്കാം, ഞാൻ റെഡിയാണ്. പത്രോസ് യൂദയായിലും അന്ത്യോക്യായിലും റോമിലും സുവിശേഷം അറിയിച്ചു. നീറോ ചക്രവർത്തി റോമിൽ വെച്ച് കുരിശിൽ തലകീഴായി തറച്ചു കൊന്നു. അന്ത്രയോസ് ജോർജിയയിലും ഇസ്താംബൂളിലും ഗ്രീസിലും സുവിശേഷം അറിയിച്ചു. ഒടുവിൽ പാട്രോസിൽ വെച്ച് എക്സ് ആകൃതിയിലുള്ള കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. യോഹന്നാൻ ഇടിമുഴക്കത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെട്ട ശിഷ്യൻ ഏഷ്യ മൈനറിൽ സുവിശേഷ സന്ദേശം പകർന്നുകൊടുത്തു. തിളച്ച എണ്ണയിൽ ഇട്ടെങ്കിലും മരണത്തിന് കീഴ്പ്പെട്ടില്ല. പിന്നീട് പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ഒടുവിൽ എഫെസസിൽ വെച്ച് മരിക്കുകയും ചെയ്തു. വലിയ യാക്കോബ് യോഹന്നാന്റെ സഹോദരൻ യൂദയായിലും സ്പെയിനിലും ക്രിസ്തു സന്ദേശം എത്തിച്ചു. ഒടുവിൽ ഹെറോദ് അഗ്രിപ്പ രാജാവിനാൽ വാളിനിരയാക്കപ്പെട്ടു. ചെറിയ യാക്കോബ് സിറിയയിലും ദമാസ്കസിലും സുവിശേഷ സന്ദേശം എത്തിച്ചു. ഒടുവിൽ ജെറുസലേമിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും അവിടെ തന്നെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. മത്തായി യൂദയ, മാസിഡോണിയ, സിറിയ, പാർത്തിയ എന്നീ ദേശങ്ങളിലെ സുവിശേഷകൻ നദാബായിൽ വെച്ച് മഴവിനാൽ വധിക്കപ്പെട്ടു. പീലിപ്പോസ്
ഗ്രീസ്, പാർത്തിയ, തുർക്കി എന്നീ നാടുകളിൽ മിശിഹായെ പ്രഘോഷിച്ചു. ചാട്ടിയടി ഏൽക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ശേഷം ഹിലിയോപോളിസിൽ വെച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. ബർത്തലോമിയോ, മെസപ്പൊട്ടേമിയയിലെ യേശുവിൻ്റെ സന്ദേശം എത്തിച്ച അപ്പോസ്തലൻ, റഷ്യയിലെ ഡർബനിൽ വെച്ച് തോലുരിയപ്പെട്ട് കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു. തോമസ്, റോമ സാമ്രാജ്യത്തിന് പുറത്ത് സുവിശേഷ സന്ദേശവുമായി പോയ ആദ്യ ശിഷ്യൻ. പേർഷ്യ, ചൈന, ഇന്ത്യ എന്നീ നാടുകളിൽ യേശുവിനെ അറിയിച്ചവൻ. മൈലാപ്പൂരിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് മരിച്ചു. തദേവൂസ്, യൂദയ, പേർഷ്യ, സിറിയ, ഇദുമയ, സമരിയ എന്നിവിടങ്ങളിൽ സുവിശേഷ സന്ദേശം അറിയിച്ചു. ഒടുവിൽ എദേസായിൽ വെച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. തീവ്രവാദിയായ ഷിമയോൻ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഈജിപ്ത്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും ഒടുവിൽ റോമൻ പടയാളികളാൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്തു. മത്തിയാസ്, യൂദാസ്കറിയോത്തയുടെ പകരക്കാരൻ, സിറിയയിൽ സുവിശേഷം അറിയിക്കുകയും ജെറുസലേമിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്തു. വെരി ഗുഡ്. എത്ര മനോഹരമായിരിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര മനോഹരമായിട്ട് നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യുമെന്ന്. എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ നമ്മുടെ സ്ലീഹന്മാർക്ക് എവിടെയൊക്കെയാണ് പോയത്, ഈശോയ്ക്ക് വേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്തത്, ഈശോയ്ക്ക് വേണ്ടി അവർ എങ്ങനെയാണ് മരിച്ചത്. വളരെ വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം തോമാസ് ലീഹയെക്കുറിച്ചാണ്, അല്ലേ? പ്രിയ കൂട്ടുകാരെ, കടുകുമണി അപ്പസ്തലോയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച ഞങ്ങൾ വരുന്നു തോമാസ് ലീഹയുമായി. ഭാരതത്തിൻ്റെ സ്വന്തം തോമാസ് ലീഹ, നമുക്ക് വിശ്വാസം തന്ന, നമ്മളെ ഈശോയിലേക്ക് അടുപ്പിച്ച, നമുക്ക് ഈശോയെ തന്ന തോമാസ് ലീഹയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.